Assalamualaikum and welcome to our first vlog. So we are going to Bangalore. നമ്മൾ രാവിലെ ഒരു 7 o'clock ആകുമ്പോൾ റെഡിയായി ആൻഡ് ദ കിഡ്സ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൻഡ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ സോ ദേ വർ വെരി ഹാപ്പി ആൻഡ് നമ്മൾ ലഗേജൊക്കെ കാറിൽ വെച്ച് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാറിന് ടയർ പ്രഷർ അങ്ങ് കുറഞ്ഞു പോയി. നോക്കുമ്പോൾ നമ്മളെ ടയർ പഞ്ചറായി. എങ്ങനെയോ നമ്മളെന്ത് ചെയ്ത് ചുരമൊക്കെ കയറി മുകളിലേക്ക് എത്തി. ആൻഡ് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം വി ഹാവ് ടു ബി വെരി കെയർഫുൾ. Bangalore is not that അത്ര നിയർ എന്നല്ല. വി ഹാവ് ടു ട്രാവൽ എ ലോട്ട്. സോ ഒരു റോഡ് ട്രിപ്പ് ആകുമ്പം നമ്മളിതൊക്കെ ഒരു മുൻകരുതലെടുക്കണം. പഞ്ചറായാലും അത് കറക്റ്റ് ടൈമിൽ നമ്മളവിടെ എത്തണം. നമുക്കൊരു ഷിഫ്റ്റ് ഓഫ് ടൈം എപ്പോഴും ഉണ്ടായിരിക്കും. ബട്ട് കിഡ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഇതൊന്നും നമ്മൾ വെറീസൊന്നും അവരൊക്കെ അറിയില്ലല്ലോ. ആൻഡ് അവർക്ക് അറിയുന്ന ഒരു ഏജുമല്ല. അവർ നല്ല കൂളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചുരം കയറി മുകളിലെത്തിയപ്പം അങ്ങനെ കുറേ നമ്മളെ ഫസ്റ്റ് കസ്റ്റമറായിരുന്നു. സോ ഹി വാസ് വെരി പൊലൈറ്റ് ആൻഡ് ഒരു 10 minutes കൊണ്ട് നമുക്ക് പഞ്ചറൊക്കെ ഒട്ടിച്ച് തന്ന്. ഓക്കെ ആൻഡ് നമ്മളവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റി. ഓക്കെ ആൻഡ് പിന്നെ നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 1980s. സോ നോർമലി ഒരു ആഫ്റ്റർനൂണാണ് എല്ലാവരും 1980s നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഭയങ്കര റഷ് ഉണ്ടാവാറ്. സോ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. സോ ഇതൊരു ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി ആൻഡ് വെരി കൺവീനിയൻറ്റ്. അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് വി ഓർഡേർഡ് പത്തിരി ആൻഡ് ബീഫ് വരട്ടിയത്, പാൽ പൊറാട്ട എക്സെട്ര. നല്ല ടേസ്റ്റി ആയിരുന്നു. ആൻഡ് മോർണിംഗ് നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ നോക്കി. നമ്മളതൊന്നും വാങ്ങിയതൊന്നുമില്ല കേട്ടോ. വി ജസ്റ്റ് ഒന്ന് കയറി അവിടെ എന്തൊക്കെയാണെന്ന് ഉള്ളതൊക്കെ നോക്കി തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ ഫോറസ്റ്റിലേക്ക് കയറി. ഓക്കെ മുത്തങ്ങ ഫോറസ്റ്റിൽ, പിന്നെ ബന്ദിപ്പൂർ. അങ്ങനെ നമ്മൾ നല്ല വിജിലൻ്റ് ആയിട്ടിരിക്കും. ഒരു ആനേനൊക്കെ കാണിയിരിക്കും വിചാരിച്ചു. പക്ഷെ നമ്മൾ ആനേനെ കണ്ടു കിട്ടോ. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളപ്പോൾ ഫോണൊന്നും നമ്മളെ കയ്യിലില്ലായിരുന്നു. സോ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആനേനൊക്കെ കണ്ട് പിന്നെ വേറെ ആനിമൽസിനൊന്നും കണ്ടിട്ടില്ല. ഒരു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും. ഓക്കെ പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ടയിലെത്തി. സൺഫ്ലവറൊക്കെ കണ്ട് നമ്മളവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ഇറങ്ങിയതൊന്നുമില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മൾ ബാംഗ്ലൂരേക്ക് എക്സ്പ്രസ് വേയിൽ കയറി. അങ്ങനെ മക്കളൊക്കെ ഉറങ്ങി. അങ്ങനെ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് ബാംഗ്ലൂർ എത്തിയിട്ടോ. ആൻഡ് ആഫ്റ്റർനൂൺ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. ആൻഡ് ദിസ് ഈസ് അവർ hotel room. We booked it earlier and it was quite good and very clean. Spacious ആണ്. ആൻഡ് വാഷ്റൂം ഒക്കെ നല്ല good ആണ്. ആൻഡ് മക്കളൊക്കെ ഹാപ്പി. ഒരു സിംഗിൾ റൂം ആയതുകൊണ്ട് we could manage them. ആൻഡ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് റിലാക്സ്ഡായി. ഓക്കെ പിന്നെ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണം രാത്രി. ആൻഡ് വേറൊരു പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കമേഴ്ഷ്യൽ മാർക്കറ്റിലും പോകണം. ആൻഡ് ദിസ് ഇസ് ദ ലോബി ദെയർ. ക്വൈറ്റ് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു വിൻറ്റേജ് ഫീലുള്ള ലൈറ്റൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ്സൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. ക്വൈറ്റ് ഈ ഹോട്ടൽ കുറച്ചൊരു എക്സ്പെൻസീവാണ്. ബട്ട് ഓക്കെ ഒരു 1 നൈറ്റിന് മാത്രമേ നമ്മളിവിടെ നിൽക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇനി
കമേഴ്ഷ്യൽ മാർക്കറ്റിലേക്ക് പോവാണ്. ഭയങ്കര റഷായിരുന്നു അവിടെ. ഇത് ക്രിസ്മസ് ഈവ് ആണല്ലോ. സോ you can see all the people out there. Everyone was നല്ലോണം ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് തോന്നുന്നു. നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാം ഒന്ന് പോയി കണ്ട്. ആൻഡ് കിഡ്സിന് കുറച്ച് ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശിയടിച്ച് 1-2 ടോയ്സൊക്കെ, ഒരു ബാറ്റ്മാനും ഒരു ഹൽക്കിനൊക്കെ വാങ്ങിക്കൊടുത്ത്. നമ്മൾ കുറച്ച് വെറീഡായിരുന്നു, കാരണം നമ്മൾ കാറ് പോലീസ് വന്ന് ലോക്ക് ചെയ്ത് പോയിട്ടോ. പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തൊന്നും നല്ല റെസ്റ്റോറൻറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ കണ്ട റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കുറച്ച് കുഴപ്പമില്ല ഫുഡ്. ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്ത്, ഒരു കറി പോലെയുള്ള മന്തി ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്ന് പിന്നെ എൽസിൻ എൻ്റെ ഫേവറേറ്റായ ഹലോ ബണ്ണി ബണ്ണിയൊക്കെ കണ്ട് കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ഉറങ്ങി. ആൻഡ് ഇതാട്ടോ നമ്മൾ വാങ്ങിച്ച ടോയ്സ്. ആൻഡ് ദേ വർ വെരി ഹാപ്പി. നമ്മൾ ഹൽക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭയങ്കര ഒരു ഡ്രീമാണ്. അത് കിട്ടിയപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, and it was a buffet. Okay, that's it for today, and if you like this video, please like and share. Okay, thank you.